Hello everyone, welcome to the Women of Honor series. ഇന്ന് ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കുറേ സമയം കൊണ്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അതിനുള്ള ഒരു സാവകാശം ലഭിച്ചില്ല. ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത്. ഇത് പ്രത്യേകിച്ച് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം. അവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഇത് ബാധകമാണ്. എന്നാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ബൈബിളിൽ കാലേബ് എന്ന് പറയുന്ന. കാലേബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ബൈബിളിൽ അധികമൊന്നുമില്ലെങ്കിലും 2-3 പ്രാവശ്യം കാണുന്നുണ്ട്. അതായത് മോശയുടെ കൂടെ ഇസ്രായേൽ മക്കൾ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തിലേക്ക് വരുമ്പോൾ അവർ കനാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ദേശം ഒറ്റുനോക്കുന്നതിനായി, കനാൻ ദേശം ഒറ്റുനോക്കുന്നതിനായിട്ട് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഏതാനും പേരെ വിളിച്ച് എരിഹോയിൽ കൂടെ കടന്ന് അവർ 40 ദിവസം കനാൻ ദേശം ഒറ്റുനോക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കാലേബിനെ കുറിച്ച് പറയാൻ കാരണം, കാലേബിനെ നമ്മൾ ജോഷുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ 6 മുതൽ 14 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ യോശുവ 85 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം യോശുവയോട് സംസാരിക്കുന്നതായ വിഷയങ്ങൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഈ സീനിയർ സിറ്റിസൺസ് ആയിരിക്കുന്ന ഓരോരുത്തർക്കും കൂടുതൽ പ്രചോദനം ലഭിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് പറയുമ്പോൾ കാലേബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കെനീസ്യനായ യെഫുന്നയുടെ മകൻ കാലേബ് എന്നാണ് അറിയപ്പെടുന്നത്. യെഫുന്നയുടെ മകനായ കാലേബ്. ഈ കാലേബിന് ഏകദേശം 40 വയസ്സുള്ളപ്പോഴാണ് ജോഷുവയുടെ കൂടെ അവർ ഒറ്റുനോക്കുവാനായിട്ട് പോകുന്നത്. തിരികെ വന്നു കഴിഞ്ഞ് അവർ മോശയുടെ മുമ്പിൽ പോയി വന്നവരൊക്കെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ഏതാനും ചില ഫലങ്ങളുമൊക്കെ ആയിട്ടാണ് അവർ കടന്നു വന്നത്. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ഒരു മുന്തിരിക്കുലയൊക്കെ 2 പേര് ഒരു കമ്പിൽ കെട്ടി ചുമന്നുകൊണ്ട് വരുന്ന പോലെ അത്ര വലിപ്പം ഉണ്ടായിരുന്നു അവിടുത്തെ ഫലങ്ങൾ. അതുപോലെ അവിടുത്തെ മാതളം, അങ്ങനെ പല സാധനങ്ങളും അവർ അവിടുന്ന് സാമ്പിൾ പറിച്ചുകൊണ്ട് വന്നെന്നും വായിക്കുന്നുണ്ട്. ഇവിടെ അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ 85 വയസ്സുള്ള കാലേബ് 40-ാമത്തെ വയസ്സിൽ ദേശം ഒറ്റുനോക്കാൻ പോയി തിരിച്ചു വന്ന് കാലേബും യോശുവയും 2 പേര് മാത്രമാണ് മോശയുടെ മുമ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും നെഗറ്റീവായിട്ട്, അവിടെ എല്ലാ അമാലേക്ക് മല്ലന്മാരുണ്ട്, നമ്മൾ അവരുടെ മുമ്പിൽ ചെറിയ പ്രാണികളെ പോലെയുള്ള വലിപ്പമേ നമുക്കുള്ളൂ, അവരുടെ മുമ്പിൽ നമുക്ക് ജയിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ജനമെല്ലാം വാവിട്ട് നിലവിളിച്ചു എന്നാണ് അവർ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ജോഷുവയും ഈ കാലേബും മാത്രം അവർ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തതായിട്ടും നമ്മൾ വായിക്കുന്നു. അതായത് അന്നത്തെ ആ കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ജോഷുവയുടെ മുമ്പിൽ, ജോഷുവയുടെ പുസ്തകത്തിൽ. കാരണം അവരുടെ ദേശം ഭാഗം ചെയ്യുന്നതായിട്ടുള്ള ഓരോരോ ഗോത്രക്കാർക്കും ഭാഗിച്ചു കൊടുക്കുന്ന ഒരു സമയമാണിത്. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇസ്രയേലിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് യോശുവയുടെ അടുത്ത് ഗിൽഗാലിൽ വെച്ച് വന്നുകൂടി. അവിടെ വെച്ച് കാലേബ് പറയുന്ന കാര്യമാണ് ഞാൻ ഇവിടെ സ്പെസിഫിക്കായിട്ട് പറയുന്നത്. യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. ഇത് ജോഷുവയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ കാദേശ് ബർന്ന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യഹോവ
മോശയോട് ഇവരെ രണ്ടുപേരെക്കുറിച്ചും പറഞ്ഞ കാര്യം നീ ഓർക്കുന്നുണ്ടല്ലോ എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് അന്ന് 40 വയസ്സായിരുന്നു. എൻ്റെ മനോബോധപ്രകാരം ഞാൻ വന്ന് അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും 45 വർഷം കഴിഞ്ഞിട്ട് 40 വർഷം മുമ്പ് നടന്ന ഒരു 45 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുമ്പോൾ ആ ഒരു വാഗ്ദത്തം എന്ന രീതിയിൽ കാണുവാൻ സാധിക്കും. അതായത് കാലേബ് പറയാണ്, നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാല് വെച്ച ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു. അപ്പോൾ ജോഷയെ ഓർമ്മിപ്പിക്കുകയാണ് മോശ പറഞ്ഞ കാര്യം. അതായത് നീ കാല് വെച്ച സ്ഥലം നിനക്കും നിൻ്റെ മക്കൾക്കുമായിട്ട് അവകാശമായിട്ട് തരുമെന്നുള്ളത് അന്ന് സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ആ സ്ഥലം എനിക്ക് വാഗ്ദത്തം എൻ്റെ ഷെയറായിട്ട് തരണമെന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. അന്ന് മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു എന്നാണ് കാലേബ് യോശുവയോട് പറയുന്നത്. അന്ന് ദൈവം പറഞ്ഞിരുന്നത്, നീ കാല് വെച്ച സ്ഥലം നിനക്ക് നിൻ്റെ മക്കൾക്ക് ലഭിക്കുമെന്ന്. അപ്പോൾ ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ദൈവം എന്നെ ആയുസോടെ 45 സംവത്സരത്തോളവും എന്നെ ജീവനോടെ കാത്തിരിക്കുന്നെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു സാക്ഷ്യം എന്ന രീതിയിൽ കാലേബ് പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ഈ കാലേബിനും പ്രത്യേകിച്ച് വേറെ ഫുഡൊന്നും ഇല്ലായിരുന്നു. മന്നയും കാടപ്പക്ഷി അല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഭക്ഷിച്ച പോലെ തന്നെ സ്വർഗീയ മന്ന ഭക്ഷിച്ചാണ് കാലേബും ജീവിച്ചിരുന്നത്. അപ്പോൾ കാലേബ് പറയുകയാണ്, വളരെ സാക്ഷ്യമെന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്, എന്നെ ദൈവം അയച്ച നാളിലെ പോലെ തന്നെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നെന്ന്. യഹോവ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും എന്നുള്ള ഒരു കോൺഫിഡൻസോടു കൂടിയാണ് ഈ അമാലേക്ക് മല്ലന്മാരുള്ളത് അനാക്കീർ എന്ന് പറയുന്ന ആ ജനം വസിക്കുന്നതായ ആ സ്ഥലം, അതായത് ഹെബ്രോൻ മല, അത് ഞങ്ങൾക്ക് തരണമെന്നാണ് ഇവിടെ യോശുവയുടെ അടുത്ത് കാലേബിൻ്റെ ആവശ്യം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ടാണ് ആ വ്യക്തി ഈ മോശയോട് പറഞ്ഞത്, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയുമെന്ന്. ഇത്രയും പ്രായമായൊരു മനുഷ്യനാണ്. എന്നാൽ മല്ലന്മാരോട് പടവെട്ടി ആ ഹെബ്രോൻ മലയെ എൻ്റെ സ്വന്തമാക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടെന്നും യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള ആ ഫുള്ള് കോൺഫിഡൻസ്, ആ ഒരു ഹോപ്പിലാണ് അതേ സ്ഥലം തന്നെ ചോദിക്കുന്നത്. നാം ഇവിടെ എടുത്തു പറയേണ്ടതായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിൽ പലരും ഇന്ന് 80+ ആയിട്ടുള്ളവരുണ്ട്, അതിന് താഴെയുള്ളവരായിട്ടുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നാലും രോഗമില്ലാത്തവർക്കും മനസ്സിലൊരു ഭയമുണ്ട്. എനിക്ക് നാളെ എന്ത് വരും, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം എന്തായിത്തീരും, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ പലതരമായ പ്രയാസങ്ങൾ. അല്ലെങ്കിൽ മക്കൾ എന്നെ എവിടെയെങ്കിലും കൊണ്ട് വിടുവോ, അല്ലെങ്കിൽ മക്കൾ എന്നെ നോക്കുവോ. പലരും ഏകാന്തയിൽ കഴിയുന്നവരുമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ചിന്തകളിലൊക്കെ മുഴുകി നമ്മുടെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകാതെ ഇരിക്കേണ്ടതാണ്. കാരണം ഞാൻ പലപ്പോഴും അങ്ങനെ മറന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു ഭയം വരുന്നത്. ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നിനക്ക് വയസ്സായപ്പോൾ നീ പ്രായമായാലോ
അല്ലെ നരയുള്ള കാലത്ത്, നിനക്ക് വയ്യാത്ത കാലത്ത് എപ്പോഴും ഞാൻ സദാ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവമാണ് നമ്മളെ കാക്കുമെന്നും നമ്മളോട് കൂടെ ഇരിക്കുമെന്നും നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. തന്നെയല്ല, നമ്മൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്നതുപോലെ ജീവിക്കാൻ സാധിക്കും, ദൈവം എന്നെ ഇത്ര കാലം എന്നെ നടത്തി, എനിക്കിത്രയും ആയുസ് തന്നിരിക്കുന്നു, എനിക്ക് ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കി നടത്താൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു ധൈര്യം നമ്മൾക്കുണ്ടെങ്കിൽ, ആ മനോധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പകുതി രോഗങ്ങൾ ഇല്ലാതെയാകും എന്നുള്ളതാണ്. തന്നെയല്ല, നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ ചെയ്ത് നമ്മളുടെ ജീവിത രീതികളിൽ ഇത്രയും മാറ്റം വരുത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ആയുസ് കൂടുമെന്ന് മാത്രമല്ല, നമുക്ക് പല രോഗങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാനും രോഗങ്ങൾ വരാതെ പ്രതിവിധികൾ നല്ല രീതിയിൽ നമ്മളുടെ ദൈവത്തിൻ്റെ ആ സ്വർഗീയ മന്ന, അതായത് നമ്മുടെ വിശുദ്ധ കുർബാന പോലും നമ്മൾ അനുഭവിക്കുന്നതിൽ കൂടെ നമുക്ക് ദൈവം ശക്തിയും ബലവും തന്ന് നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ കാലേബ് യോശുവയോട് ഇത്ര കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുണ്ടായ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തുവെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ 4-ാം വാക്യത്തിൽ അവൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെയെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതായത് ജോഷുവയുടെ പുസ്തകം 14:14 എടുത്തു പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കോട്ടിങ്ങാണിത്. അവൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെയെന്ന്. അപ്പോൾ അവൻ്റെ ആ വിശ്വാസം, അവൻ ദൈവത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ച് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവം കൂടെയുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ അങ്ങനെ നമ്മുടെ കാലേബിന് ആ ഹെബ്രോൻ മല പിടിച്ചെടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മലന്മാരെയൊക്കെയും തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പരമ്പര മക്കളൊക്കെയും അവിടെ തന്നെ സെറ്റിലായി. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഹെബ്രോൻ അത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞെന്നാൽ നമ്മൾക്കറിയാം, വെസ്റ്റ് ബാങ്കിലാണുള്ളത്. ഇസ്രയേലിൽ ജെറുസലേമിൽ നിന്നും ഏകദേശം ഒരു നല്ല ദൂരം എന്ന് പറയാം. നല്ല ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 കിലോമീറ്ററുകളോളം ദൂരത്താണ് അതുള്ളത്. ആദ്യകാലത്തൊക്കെ അവിടെ ഹെബ്രോനിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി ഇൻഹാബിറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നെന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ടത്തെ അതിൻ്റെ പേര് കിര്യത്ത് അർബ എന്നായിരുന്നു. ഈ അനാക്യരുടെ ഒരു പ്രധാനപ്പെട്ട ആളിൻ്റെ പേരായിരുന്നു അർബ എന്നുള്ളത്. സദേൺ വെസ്റ്റ് ബാങ്ക് അത് പാലസ്തീനിലാണ്. അപ്പോൾ ജൂഡിയ മൗണ്ടൻസിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന സ്ഥലമാണ് അത്. നമുക്കറിയാം, ബൈബിൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാം ഹെബ്രോനിൽ സെറ്റിലായെന്നും അവിടെ ഒരു ഗുഹ, മക്പേല ഗുഹ എന്ന് പറയും, പണം കൊടുത്ത് വാങ്ങിയതായിട്ടും തൻ്റെ ഒരു ഫാമിലി സെമിട്രി ആയിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ആ സ്ഥലം വാങ്ങിച്ചത്. എന്നാൽ അവിടെ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ പൂർവികരായിട്ടുള്ള പിതാക്കന്മാരെയും മാതാക്കന്മാരെയൊക്കെയും അവിടെ ആ കേവിൽ അടക്കം ചെയ്തതായിട്ട് നമുക്കറിയാം. അവിടെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും അവളെ ബഹുമാനത്തോടെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ട്രഡീഷണലി ഒരു ബറിയൽ സൈറ്റായിരുന്നു അത്. നോക്കുമ്പോൾ പാലസ്തീനും ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഹെബ്രോൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ലൊക്കേഷനാണ്, ഒരു സെൻസിറ്റീവ് ലൊക്കേഷനാണ്. ഈ പാട്രിയാർക്സിൻ്റെ സെമിട്രി ഉള്ളതുകൊണ്ട് ആദ്യകാലത്തെല്ലാം ഒരുപാട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ വിസിറ്റിങ്ങിന് പോകുമായിരുന്നു. പിലിഗ്രിമേജ് നടത്തുവാനായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ ഹോളി ലാൻഡ് വിസിറ്റിന് പോകുമ്പോൾ
ടോംബ് വിസിറ്റ് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ അനേക ജനറേഷൻസ് അങ്ങനെ ബലിരാജ്യങ്ങളിൽ നിന്നൊക്കെയും ഇസ്രയേലിൽ വന്നിട്ട് ഈ ഹെബ്രോൻ മൗണ്ടൻ വിസിറ്റ് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ട് ഗ്രീക്ക് ഓർത്തഡോക്സ്, അതുപോലെ തന്നെ ചെറിയൊരു കൂട്ടം കാത്തലിക്സ്, അതുപോലെ റഷ്യൻ ഓർത്തഡോക്സ്, ഇങ്ങനെ ഉള്ള ആൾക്കാർ ഒരു 40 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ചേർന്ന് അവിടെ ഒരു 3 ചർച്ചസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടുണ്ടാക്കിയ ചർച്ച് സെയിൻറ്റ് ജോർജിൻ്റെ പേരിലാണ്. പിന്നീട് 2 ചർച്ചുകളും ഉണ്ടാക്കി. അങ്ങനെ ഒരു 1923 ആയപ്പോഴേക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ അവിടുന്ന് ഡിസപ്പിയറായി എന്നുള്ളതാണ്. ഇന്ന് അവിടെ യഹൂദന്മാർക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും 2 സെപ്പറേറ്റ് പ്രെയർ ഹാൾസ് ഉണ്ട്. അവർ അവിടെ വിസിറ്റ് ചെയ്യുന്നു. ജൂഡായിസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പിൾ മൗണ്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ്, അതായത് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിൾ മൗണ്ടാണ്. സെക്കൻഡ് ഹോളിയസ്റ്റ് സൈറ്റാണ് ഈ ഹെബ്രോണിലുള്ള ഈ പാട്രിയാർക്കൽ കേവ്സ് ബറിയൽ സൈറ്റ്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പ്രോഫറ്റ് മുഹമ്മദ് തൻ്റെ രാത്രി ജേർണിയിൽ ഈ ടോംബ് വിസിറ്റ് ചെയ്തിരുന്നു എന്നാണ്. എങ്ങനെ നോക്കിയാലും അബ്രഹാം വില കൊടുത്ത് വാങ്ങിയ ഒരു സ്ഥലമാണത്, ബറിയൽ പ്ലേസ്. അതുപോലെ അത് വർഷങ്ങളോളം, സെഞ്ച്വറീസോളം അതൊരു പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമായിട്ട് മാറി എന്നുള്ളതാണ്. ഇന്നും അനേകർ ആ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഹെബ്രോന് അത് ഒരു റിസർവ്ഡ് എന്നല്ല, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കരുതപ്പെടുന്നു. അത് യഹൂദന്മാർക്ക് മാത്രമല്ല, മറ്റുള്ള ആൾക്കാർക്കും അത് വളരെ ഹോളി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കരുതുന്നു. അത് യുനെസ്കോയുടെ ഒരു പലസ്തീനിലുള്ള ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ട് തന്നെ 2017 അത് റെക്കഗ്നൈസ് ചെയ്തു. ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മൗണ്ട് ഹെബ്രോൺ. അപ്പോൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ കാലേബിൻ്റെ ധൈര്യം, കാലേബിൻ്റെ വിശ്വാസം, കാലേബിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, ആ സ്ട്രെങ്ത്. അദ്ദേഹം 85-ാം വയസ്സിലും പറയുന്നത് എനിക്ക് 40 വയസ്സിലുണ്ടായിരുന്ന അതേ ആരോഗ്യം ഇന്നും ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾക്ക് അത്രയും ആരോഗ്യം ഇല്ലെങ്കിലും നമ്മൾക്ക് നമ്മളെ തന്നെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി നമ്മുടെ കർത്താവിൻ്റെ ആ ഒരു ബലത്തിൽ ധൈര്യപ്പെടുവാനും ശക്തിപ്പെടുവാനും സാധിക്കും. ഇതിന് എല്ലാവരെയും ദൈവം സാധ്യമാക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു നല്ല നമസ്കാരം പറയുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ടു ഓൾ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.